എന്നാലും എന്റെ മാസക്കുട്ട തീക്കട്ടിയാണല്ലോടാ നീക്ക് മുതലേ വെച്ചത്. അവനെ അറിയുന്നില്ല. എന്നാ ഇനി അവനോ നാട് മുഴുവൻ ഇപ്പൊ അറിയിക്കുന്നത് പോലീസും പിന്നെ കൃഷ്ണമൂർത്തിയുടെ കൊല്ലണം. നോക്കി നോക്കി അല്ലെ ഇല്ലെങ്കിൽ തെറ്റിയ വേഷം സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് ആലോചിക്കും. അതെ നീ കൊച്ചുമായി ലൈവ് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ഇനി ഇവന്മാരെ പ്രേമിക്കുന്നു അവര് നിങ്ങളെയായിരിക്കും പ്രേമിക്കും. ഈ കുരിശ നോക്കി എല്ലാത്തിന്റെ കേടാ. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയൊന്നുമില്ല. ഹലോ മാസത്തിൽ തന്നെ വിളിച്ചു നോട്ട് ചെയ്തു. ഇല്ല ചെറിയൊരു പ്രശ്നമുണ്ട്. അവരുടെ ലേഖനം ഒപ്പിച്ചു. ആ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓഫീസിൽ വീട്ടിലേക്ക് വന്നു. മാസത്തിൽ ഇങ്ങോട്ട് വിളിച്ചോന്ന് ചോദിച്ചു. ഞാനില്ലല്ലോ പറഞ്ഞേ. ഞാൻ എന്തായാലും ടൗൺ വരെ ഒന്ന് പോവാം. അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അറിയാലോ. അപ്പൊ ഇതിനൊന്നും പ്രശ്നമാവും. പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ പേടിച്ചിട്ടെന്താ അല്ലേ? അതെ ഫോൺ അടിക്കുവാണെ ആരും എടുക്കണ്ട. ഫ്രണ്ട് കഥ നടത്തി എനിക്കാരോന്ന് കൊച്ചു അങ്ങനെ തന്നെ ഇല്ല. എന്തെങ്കിലും പറ. ഞാനിപ്പോ എന്ത് പറയാനാ? അവിടെയാണ് പ്രശ്നം. ഹരിനാരായണ പോലീസ് നിങ്ങളുടെ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ ചെന്നു. സിറ്റി മുഴുവൻ നിങ്ങൾ ചെയ്ത് പോലീസ് പരക്കമായ വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് മീരയെ നിങ്ങൾ 4 പേരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്ന കേസ് 4 പേർക്കും അറസ്റ്റ് വരില്ല. അറിയോ? മീരയുടെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാലോ. അതിന്റെ കൂടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരേ ദൂരം വല്ലാത്ത തീക്കളിയായി പോയി മക്കളെ. ഇല്ലാത്ത നിങ്ങളൊന്നുമല്ലല്ലോ ഇങ്ങനെ വിവേകമില്ലാതെ പ്രവർത്തിക്കാൻ. മോളുടെ ബുദ്ധിമുട്ട് കാരണം ഈ 4 പിള്ളേരുടെ ജീവിതം തട്ടിമതിയിലായില്ലേ? ഈ എവിടെയാണെന്നറിയാതെ വെറുതെ തന്നെ ഇവിടെ പറഞ്ഞാലോ ഞാൻ പലതവണ ആലോചിച്ചു. ഇവരിൽ ആർക്കാ ബീച്ച് ചുറ്റാന്ന് പറഞ്ഞു. അതൊക്കെ അടിച്ചു തകർത്തു. പോലീസ് ഗുണ്ടകളും ചേർന്ന് ഇതിനൊന്നും ബാക്കി വെള്ളൂർ കഴിഞ്ഞ് ഇവന്റെ കൂട്ടാന്റെ ദേഹത്ത് പോലീസിന്റെയും ഗുണ്ടകളുടെയും തല്ലു വീഴാത്ത ഒരു ഇഞ്ച് സ്ഥലം ഇപ്പൊ ബാക്കി. നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ പല വഴികളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക പോലും. ഞങ്ങളാരെയും കൊന്നിട്ട് വിട്ടുപോയിട്ടൊന്നും വന്നിരിക്കണം. പോലീസിന്റെയും നിയമത്തിന്റെയും സഹായം നമുക്ക് കിട്ടത്തില്ല. പിന്നെ ചെയ്യാനുള്ളത് ആരെയും കണ്ണുപെടാതെ രാഖി രാമാനോ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. പക്ഷെ അത് എത്ര നാളേക്ക്? പ്രായപൂർത്തിയായ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ 4 പേരും എങ്ങോട്ട് പോകും? മീര നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് പറയണം? അവരുടെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്നവരാണ്. അത് നീ സമൂഹത്തിൽ അപ്പൊ ചോദ്യം ഉണ്ടാവും. അവർ നിന്റെ ആരാ? ഭാര്യ, കാമുകി, സഹോദരി, അമ്മ? ഇതൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ സമൂഹവും നിയമവും അത് വേറെ പേര് നിങ്ങൾ കാപ്പി 4 പേരും അരിയെന്നും അറിയോ?
മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല, നിയമവും വളർന്നിട്ടില്ല. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉള്ളത് പോലീസോ നാട്ടുകാരോ അറിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പേര് വേറെയാ, പെൺവാണിഭം. നേരം വെളുക്കുമ്പോൾ ഉയർത്തുമ്പത്തിയിൽ വെച്ചം പേപ്പർ ലോകത്ത് കിടക്കും. മറ്റന്നാൾ മോളമ്മ അമേരിക്കയിൽ വരുക, 2 കൊല്ലത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച. അത് നീ ലോകത്തിൽ വെച്ച് ആക്കല്ലേ. നിങ്ങളായിട്ടൊരു തീരുമാനത്തിലെത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷേ വെക്കണം, നേരം കൊടുക്കുമ്പോ ഞങ്ങൾക്ക് ഉണ്ടാവില്ല അല്ല. സാധാരണ ആമ്പിള്ളേരാ വല്ല പ്രേമത്തിൽ കുടിയാ ഈ പണി കാണിക്കാം. അങ്ങനെയായിരുന്നേ നാളെ കാലത്ത് രജിസ്റ്റർ നടത്തി എങ്ങോട്ടെങ്കിലും കയറ്റി വെക്കണ്ടേ ഞാൻ. Hello, Cover came, my dear. Fiber. Hello. Cook back. Huh? Yeah. Hand puja, puja, and puja. Yes. Yeah, when you are not. Nana, wait. I didn't. You are sitting here. And then you react 1 minute. When you come, I am doing that. Nana. What? Where is your mom, my dear? Yoga. Your mom does yoga. Your mom made a food. Then we got a place all of us. Then you could apply that the battery which one you want to take. That you won't apply. Why? One thing by your Lina, yeah. That day you told our this water. Color. Uh, 1 minute. Remember that, not the same.